നിങ്ങൾ തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ രാജ്യത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യയിലൊക്കെ ജനിച്ച എത്രയോ ഭാഗ്യം. നമ്മുടെ നോർത്ത് കൊറിയ പോലെ മറ്റൊരു രാജ്യമാണ് തുർക്ക്മെനിസ്ഥാനും. അവിടെയും സ്വേച്ഛാധിപത്യപരമാണ്. ഒരു ഫണ്ണി ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറുത്ത കാറുകളൊന്നും അലൗഡ് അല്ല. കറുത്ത കാറൊക്കെ വൈറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഇറക്കണമെങ്കിൽ. മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയകളും അവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഒന്നും അവിടെ ഇല്ല. നമ്മളിപ്പോൾ എൻജോയ് ചെയ്യണ റീൽസ് കാര്യങ്ങൾ ഒരു ലൈക്ക് ഇടാനോ മെസ്സേജ് ചെയ്യാൻ പോലും അവർക്ക് സാധിക്കില്ല. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഏറ്റവും കുറഞ്ഞ രാജ്യമാണ്. മാസങ്ങളുടെ പേര് ജനുവരി, ഫെബ്രുവരി അങ്ങനെ മാസങ്ങളുടെ പേരില്ലേ, അതൊക്കെ അവരുടെ പേരായിട്ട് റീപ്ലേസ് ചെയ്ത് അവരുടെ ബന്ധുമിത്രാദികളുടെ പേരൊക്കെ ആയിട്ട് റീപ്ലേസ് ചെയ്തു. ആരായിരുന്നു അവിടെ പേര്? സബർമുറാത്ത് നിയാസോവ് എന്നാണ് ജനുവരിയുടെ പേര്. അതായത് അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. ആൾക്ക് നായകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ഉണ്ട് ഡോഗിൻ്റെ അലബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഡിൻ്റെ. പിന്നെ അത് മാത്രമല്ല അവിടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഒരു പുസ്തകം ഉണ്ട്, അതെല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. സബർമുറാത്ത് നിയാസോവ് എഴുതിയ ജുനാമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. അതിപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റിലടക്കം അതിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വേണം അവിടെ ജീവിക്കാൻ. മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. അവിടുത്തെ ഭരണകൂടത്തിനെതിരെയോ പ്രസിഡന്റുമാർക്കെതിരെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും സാധിക്കില്ല. പിന്നെ ജനങ്ങളെപ്പോഴും നിരീക്ഷണത്തിലായിരിക്കും. രഹസ്യ പോലീസുകൾ എപ്പോഴും അവരെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെയുള്ള ആൾക്കാർക്ക് പുറത്തു പോകാനായിട്ട് എളുപ്പമുള്ള കാര്യമില്ല. കാരണം അവിടെ നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് അവരുടെ ഭരണകൂടം അങ്ങനെ അനുവദിക്കാറില്ല. സ്വതന്ത്രമായ മാധ്യമങ്ങളില്ല. എല്ലാ TV ചാനലുകളും പത്രങ്ങളും ഗവൺമെന്റ് നേരിട്ടാണ് നിയന്ത്രിക്കുന്നത്. ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രാജ്യമായിട്ടും UN-ലൊന്നും ഇതിൽ ഇടപെടാൻ പറ്റുന്നില്ല. കാരണം UN-ലുള്ള അമേരിക്ക, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഒരു തീരുമാനത്തിന് പിന്തുണ വേണം. ഇവരായിട്ട് സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്വപ്നം മാത്രമാണ്. അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ദിവസം സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദിസ് ഈസ് Day 2 of 100 Daily Short Videos. ആൾക്കാം. ബൈ ബൈ.